ചാണക്യ വിഷൻ ചാനലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വെറുമൊരു ദാമ്പത്യ പ്രശ്നമല്ല, മറിച്ച് ഒരു പുരുഷൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഐശ്വര്യത്തെ സ്വന്തം കൈകൾ കൊണ്ട് എങ്ങനെയാണ് തല്ലിക്കെടുത്തുന്നത് എന്നതിനെക്കുറിച്ചാണ്. ലോകം കാണാതെ പോകുന്ന, എന്നാൽ ഒരു വീടിന്റെ അടിത്തറയിറക്കാൻ ശേഷിയുള്ള ആ നിശബ്ദ സത്യം നിങ്ങൾ എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? തന്റെ സർവസ്വവും അർപ്പിച്ച് നിങ്ങളുടെ നിഴലായി ജീവിക്കുന്ന ആ സ്ത്രീയെ വാക്കുകൾ കൊണ്ട് നിങ്ങൾ മുറിപ്പെടുത്തുമ്പോൾ, പ്രവൃത്തികൾ കൊണ്ട് അവളുടെ ആത്മാവിനെ തളർത്തുമ്പോൾ, അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ഗൗരവമായി ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു സാധാരണ വേദനയല്ല. പുറമേ ശാന്തമെന്ന് തോന്നുമെങ്കിലും അവളുടെ ഉള്ളിൽ ഒരു മഹാ അഗ്നിപർവ്വതം പുകഞ്ഞു തുടങ്ങുകയാണ്. സഹനത്തിന്റെ അങ്ങേയറ്റത്ത് നിശബ്ദതയുടെ ആഴങ്ങളിൽ അവൾ ഒരുക്കുന്ന ആ മാറ്റം ഒരു കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തതയാണ്. ഒരിക്കൽ സ്നേഹത്തിന്റെ വറ്റാത്ത ഉറവയായിരുന്നവൾ ആത്മാഭിമാനത്തിന്റെ കനലായി മാറുന്ന ആ നിമിഷം, ആ മാറ്റം ഒരു പുരുഷന്റെ അഹങ്കാരത്തെ എങ്ങനെ തകർത്തെറിയുമെന്നും, നഷ്ടപ്പെട്ട സ്നേഹം തിരിച്ചുകിട്ടാൻ ലോകം മുഴുവൻ നൽകിയാലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എങ്ങനെ എത്തുമെന്നും നമുക്ക് പരിശോധിക്കാം. അവൾ മാറുകയാണ്. ആ മാറ്റം നിങ്ങളെ തകർക്കുന്നതിനു മുൻപ് ഇത് കേൾക്കുക. സാധാരണയായി ഒരു പുരുഷൻ തന്റെ പങ്കാളിയെ വാക്കുകളാലോ പെരുമാറ്റം കൊണ്ടോ വേദനിപ്പിക്കുമ്പോൾ അയാൾ വിചാരിക്കുന്നത് അവൾക്ക് വിവരമില്ലെന്നോ അല്ലെങ്കിൽ അവൾ തനിക്ക് താഴെയാണെന്നോ ആണ്. എന്നാൽ അതാണ് ഏറ്റവും വലിയ തെറ്റ്. സത്യമെന്താണെന്ന് വെച്ചാൽ, ദൈവം തന്റെ കൈയിലേൽപ്പിച്ച ആ മഹാനിധിയുടെ മൂല്യം തിരിച്ചറിയാൻ കഴിയാത്ത അയാളുടെ തന്നെ അറിവില്ലായ്മയും കഴിവുകേടുമാണത്. പ്രപഞ്ചം തനിക്ക് നൽകിയ ഒരു വലിയ വരദാനത്തെ ചവിട്ടിമതിക്കുമ്പോൾ അയാൾ സ്വയം ചെറുതാകുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒന്നോർക്കുക, നിങ്ങൾ ആവർത്തിച്ചവളെ മുറിപ്പെടുത്തുമ്പോൾ അറിയാതെ തന്നെ വലിയൊരു മാറ്റത്തിനാണ് നിങ്ങൾ തിരികൊളുത്തുന്നത്. ഒരുത്തമയായ സ്ത്രീയുടെ മനസ്സ് വേദനിക്കുമ്പോൾ അവർ മറ്റുള്ളവരെപ്പോലെ തെരുവിലിറങ്ങി ബഹളം വയ്ക്കില്ല, വീട്ടിലെ സാധനങ്ങൾ അടിച്ചു തകർക്കില്ല, സങ്കടം സഹിക്കവയ്യാതെ ഒരു മൂലയിലിരുന്ന് ജീവിതം അവസാനിച്ചുവെന്ന് കരുതി വിലപിക്കില്ല. അവിടെ സംഭവിക്കുന്നത് ആർക്കും കാണാൻ കഴിയാത്ത ഒരത്ഭുതമാണ്. കണ്ണാടി പോലെ ശാന്തമായ ആ മനസ്സിനുള്ളിൽ ഒരു കൊടുങ്കാറ്റ് രൂപം കൊള്ളാൻ തുടങ്ങുകയാണ്. ആചാര്യ ചാണക്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. അർദ്ധം ഭാര്യ മനുഷ്യസ്യ, ഭാര്യ ശ്രേഷ്ഠതമഃ സഖാ, ഭാര്യ മൂല്യം ത്രിവർഗസ്യ, ഭാര്യ മൂല്യം തരിഷ്യതഃ. അതായത്, ഒരു പുരുഷന്റെ പകുതി ഭാഗമാണ് അവന്റെ ഭാര്യ. അവളാണ് ഏറ്റവും ഉത്തമനായ സുഹൃത്ത്. ധർമ്മം, അർത്ഥം, കാമം എന്നീ പുരുഷാർത്ഥങ്ങളുടെ അടിസ്ഥാനവും സംസാരസാഗരം കടക്കാൻ സഹായിക്കുന്നവളും ഭാര്യയാണ്. ഇനി ആ രാത്രികളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ലോകം നിശബ്ദമാകുമ്പോൾ ആ നീണ്ട രാത്രികളിൽ അവളുടെ ചിന്തകൾ ഉണരാൻ തുടങ്ങും. ഞാൻ ആരാണ്? എന്റെ സ്നേഹത്തിനിവിടെ എന്തു വിലയാണുള്ളത്? എന്തിനാണ് ഞാൻ ഇത്രയധികം സഹിക്കുന്നത്? എന്റെ ആത്മാഭിമാനം എവിടെ? ഇങ്ങനെ അഗ്നി പോലെ പൊള്ളുന്ന ചോദ്യങ്ങൾ അവളിലുയരും. ഓർക്കുക, ഈ ചിന്തകൾ അവളെ തളർത്തുകയല്ല, മറിച്ച് അവളെ പഴുപ്പിച്ചെടുക്കുകയാണ്. സ്വർണത്തെ തീയിലിട്ടാൽ അതെങ്ങനെ കൂടുതൽ ശോഭിക്കുമോ, അതുപോലെ അവളുടെ ഉള്ളും കൂടുതൽ തെളിമയുള്ളതാവും. അവളുടെ സ്നേഹം വെറുമൊരു നേരമ്പോക്കായിരുന്നില്ല. തന്റെ സമയം, തന്റെ സ്വപ്നങ്ങൾ, തന്റെ ആയുസ്സുപോലും നിങ്ങൾക്കായി നൽകിയ ഒരു പരിശുദ്ധാത്മാവാണത്. ഞാൻ ഇത്ര കൊടുത്തു, പകരം എനിക്കെന്ത് കിട്ടി എന്നൊരു കണക്ക് പുസ്തകവും അവൾ ഒരിക്കലും സൂക്ഷിച്ചിരുന്നില്ല. അവളുടെ സ്നേഹം നിരുപാധികമായിരുന്നു. നിങ്ങളൊന്ന് തിരിഞ്ഞുനോക്കൂ. ലോകം മുഴുവൻ നിങ്ങളെ തള്ളിപ്പറഞ്ഞപ്പോൾ, നിങ്ങൾ നിങ്ങളെ തന്നെ സംശയിച്ചപ്പോൾ, തളർന്നു വീണപ്പോൾ നിങ്ങളെ താങ്ങി നിർത്തിയത് ആ സ്ത്രീയുടെ വിശ്വാസമായിരുന്നു. നിങ്ങൾകൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞ് അവൾ നൽകിയ കരുത്താണ് ഇന്ന് നിങ്ങൾ നിൽക്കുന്ന ഈ പീഠം. ആ സ്നേഹം വെറുമൊരു വൈകാരികതയല്ല, അതൊരു വലിയ ശക്തിയാണ്. എന്നാൽ ആ പരിശുദ്ധമായ സ്നേഹത്തെ നിങ്ങൾ അവഗണിക്കുമ്പോൾ അവിടെ നാശമല്ല ഉണ്ടാകുന്നത്, മറിച്ച് വലിയൊരു തിരിച്ചറിവാണ്. അവളുടെ കണ്ണുകൾ തുറക്കപ്പെടുകയാണ്. ചാണക്യനീതിയിൽ ഇപ്രകാരം പറയുന്നു: സ്ത്രീണാം ദ്വിഗുണ ആഹാരോ ബുദ്ധിശ്ചാപി ചതുർഗുണാത്, സാഹസം ഷഡ്ഗുണം ചൈവ, കാമോ അഷ്ടഗുണ ഉച്യതേ. സ്ത്രീയുടെ ബുദ്ധി പുരുഷനേക്കാൾ 4 ഇരട്ടിയും പ്രതിസന്ധികളെ നേരിടാനുള്ള ധൈര്യം 6 ഇരട്ടിയുമാണ്. പുറമേ ശാന്തമെങ്കിലും ഉള്ളിലവൾ അത്രമേൽ കരുത്തുള്ളവളാണ്. മുൻപ് ചെയ്ത വലിയ തെറ്റുകൾ പോലും അദ്ദേഹമല്ലേ എന്നു കരുതി അവൾ പുഞ്ചിരിയോടെ ക്ഷമിച്ചു. സഹിച്ചും ക്ഷമിച്ചും നിന്നാൽ എന്നെങ്കിലും നിങ്ങൾ മാറുമെന്ന് അവൾ വെറുതെ മോഹിച്ചു. എന്നാൽ ഇപ്പോൾ അവൾക്ക് ബോധ്യമായിരിക്കുന്നു, ആ മൗനത്തിനും ത്യാഗത്തിനും ഒരു വിലയുമില്ലെന്ന്. തന്നെ തകർക്കുന്ന ഒരിടത്ത് തന്റെ ആത്മാഭിമാനം ബലി കൊടുക്കുന്നത് തെറ്റാണെന്ന് അവൾ ഉറപ്പിക്കുന്നു. അത് കാണിക്കാൻ അവൾ പടവാളെടുക്കില്ല, മറിച്ച് അവളുടെ മനസ്സിനെ ബുദ്ധിപൂർവ്വം പാകപ്പെടുത്തും.
തന്റെ ഹൃദയവാതിൽ ഇനി ആർക്കും വേണ്ടിയും തുറന്നുകൊടുക്കരുത് എന്ന വലിയ പാഠം അവൾ സ്വയം പഠിക്കുന്നു. അവൾ നിങ്ങളോട് വഴക്കിടാൻ വരില്ല, പക്ഷേ ഒരു ലക്ഷ്മണരേഖ അവൾ അവിടെ വരയ്ക്കും. തന്റെ സമാധാനം സംരക്ഷിക്കാൻ അവൾ പഠിച്ചു കഴിഞ്ഞു. അലറുന്നതിനേക്കാൾ വലിയ ശക്തി മൗനത്തിനുണ്ടെന്ന് അവൾ തിരിച്ചറിയുന്നു. ഇവിടെയാണ് പല പുരുഷന്മാർക്കും പിഴയ്ക്കുന്നത്. അവൾ എങ്ങോട്ടു പോകാനാണ്, എന്റെ കൂടെയല്ലേ ഉള്ളത് എന്ന അഹങ്കാരത്തിൽ അവർ ആ സ്നേഹത്തെ വെല്ലുവിളിക്കുന്നു. ഭാര്യയുടെ വിശ്വസ്തതയും ക്ഷമയും അളക്കാൻ നിൽക്കരുത്, കാരണം എല്ലാത്തിനും ഒരു അതിരുണ്ട്. ആ അതിർവരമ്പ് അവൾ ഒരിക്കൽ ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലോകം മുഴുവൻ കീഴടക്കി അവളുടെ കാൽക്കൽ വെച്ചാലും അവൾ പഴയ നിലയിലേക്ക് മടങ്ങിവരില്ല. സ്നേഹം വറ്റിപ്പോയി എന്നല്ല, മറിച്ച് ഇനി ഇത് മതി എന്നവൾ സ്വയം തീരുമാനിച്ചു കഴിഞ്ഞു. ആ നിമിഷം മുതൽ അവളുടെ ശ്രദ്ധ നിങ്ങളിൽ നിന്നു മാറി അവളിലേക്ക് തന്നെ ചുരുങ്ങും. അത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. നിങ്ങൾക്കായി മാത്രം ചിലവാക്കിയ ആ സ്നേഹവും ഊർജവും ഇനി അവൾ അവൾക്കായി ഉപയോഗിക്കും. അവളുടെ സ്വപ്നങ്ങൾ, അവളുടെ സന്തോഷങ്ങൾ, അവളുടെ വളർച്ച, അതിലവൾ ശ്രദ്ധാലുവാകും. അവളെ തകർക്കാൻ നിങ്ങൾ എറിഞ്ഞ കല്ലുകൾ കൊണ്ട് അവൾ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കും. നിങ്ങൾ വിചാരിച്ചതിലും വലിയ വ്യക്തതയോടെ അവൾ ജീവിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഭർത്താവിന് വലിയൊരു തിരിച്ചടി നേരിടുന്നത്. താൻ ഇത്രയും കാലം കണ്ട ആ പാവം പെണ്ണല്ല ഇത് എന്ന തിരിച്ചറിവ് അയാളെ ഞെട്ടിക്കും. ഭാര്യ എപ്പോഴും തനിക്ക് കീഴ്പ്പെട്ടിരിക്കും, താൻ എന്തു ചെയ്താലും അവൾ പൊറുക്കും എന്നൊക്കെയായിരുന്നു അയാളുടെ അന്ധമായ വിശ്വാസം. ആ ഒരു ധൈര്യത്തിലാണ് അയാൾ പലപ്പോഴും തെറ്റുകൾ ആവർത്തിച്ചത്. എന്നാൽ ഇപ്പോൾ അവിടെ ആ പഴയ സ്ത്രീയല്ല ഉള്ളത്. തന്നെ ബഹുമാനിക്കാത്ത ഒരിടത്ത് നിന്നവൾ എന്നേ മനസ്സുകൊണ്ട് പടിയിറങ്ങിപ്പോയിരിക്കുന്നു. അവൾ ഇപ്പോൾ ജീവിക്കുന്നത് തനിക്കു തന്നെ മര്യാദ നൽകുന്ന ഒരു ലോകത്താണ്. ഇപ്പോൾ അവളെ നോക്കിയാൽ വലിയ ശാന്തത തോന്നും. പഴയ ആ നിലവിളിയോ പരാതിയോ കെഞ്ചലോ ഒന്നും അവിടെ കാണില്ല. അത് ഭർത്താവിനെ ശരിക്കും ഭയപ്പെടുത്തും. കാരണം നല്ല സ്ത്രീകൾക്ക് ഒരിക്കലും കെഞ്ചേണ്ടി വരില്ല. തന്നെ മുറിപ്പെടുത്തുന്നവരുടെ പിന്നാലെ അവർ യാചിക്കാറില്ല. അവർ ഒരടി പിന്നോട്ടു വയ്ക്കും, ആഴത്തിൽ ചിന്തിക്കും, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ സ്വന്തം വഴിക്കു പോകും. ഉള്ളിലെല്ലാം തകർന്നു ചിതറുമ്പോഴും അവർ കരുത്തുറ്റവരായി പുറമേ നിൽക്കും. ആ വേദനയാണ് അവരെ പുതിയൊരു മനുഷ്യനായി മാറ്റുന്നത്. തുടക്കത്തിൽ അവൾ കിടർച്ചകളുണ്ടാകാം, ഒറ്റപ്പെടൽ അനുഭവപ്പെടാം. പക്ഷേ സ്ത്രീകൾ മഹാസമുദ്രം പോലെയാണ്. താഴേക്ക് പോകുന്തോറും അവർക്ക് കരുത്തുകൂടും. അവസാനം അവൾ അകന്നുപോകുമ്പോൾ യാതൊരു ബഹളവുമുണ്ടാവില്ല. ആ നിശബ്ദതയാണ് ഏറ്റവും ഭീകരം. ആ നിശബ്ദതയുടെ അർത്ഥം ഇതാണ്: ഇനി എനിക്ക് നിങ്ങളെ ആവശ്യമില്ല, എന്റെ സമാധാനമാണ് എനിക്കെല്ലാറ്റിലും വലുത്. അന്ന് നിങ്ങൾ തോറ്റുപോകും. സ്നേഹമില്ലാത്ത ദാമ്പത്യം ഒരു യുദ്ധകളമായി മാറരുത്. സമാധാനം ലഭിക്കേണ്ട ഒരിടത്ത് എന്നും ശത്രുതയോടെ ജീവിക്കാൻ ആർക്കും കഴിയില്ല. ഇത് മനസ്സിലാക്കുമ്പോൾ അവൾ നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ വരില്ല, മറിച്ച് നിങ്ങളെ അങ്ങ് സ്വതന്ത്രനാക്കും. ആ സ്വതന്ത്രമാക്കലുണ്ടല്ലോ, അതാണൊരു പുരുഷന് ലഭിക്കുന്ന ഏറ്റവും കഠിനമായ ശിക്ഷ. തനിക്കിനിയും സമയമുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചു, എന്നാൽ നിങ്ങൾ വിളിക്കാൻ ചെല്ലുമ്പോഴേക്കും അവൾ നിങ്ങളെ ഒരു ഓർമ്മ മാത്രമാക്കി ദൂരേക്ക് മറഞ്ഞുപോയിട്ടുണ്ടാകും. അവളിപ്പോൾ നിങ്ങളോട് ദേഷ്യത്തിലല്ല, മറിച്ച് നിങ്ങളില്ലാത്ത ഒരു ലോകത്ത് അവൾ സന്തുഷ്ടയാണ്. അമൂല്യമായ ആ സ്നേഹത്തെയാണ് താൻ കളഞ്ഞുകുളിച്ചത് എന്ന് നിങ്ങൾ അപ്പോൾ മാത്രമേ തിരിച്ചറിയൂ. അത്തരമൊരു കളങ്കമില്ലാത്ത സ്നേഹം ഇനി ഏത് സ്വർണ്ണഖനിയിൽ തിരഞ്ഞാലും നിങ്ങൾക്ക് കിട്ടില്ല. കഷ്ടകാലത്ത് നിഴലായി നിന്ന, യാതൊരു ലാഭവും നോക്കാതെ സ്നേഹിച്ച ആ ഉള്ളം ഒരു വജ്രമായിരുന്നു. അത്തരമൊരു വ്യക്തിയെ നഷ്ടപ്പെടുന്നത് ഒരു കുടുംബത്തിന്റെ തകർച്ചയാണ്. അവളില്ലാത്ത ആ വീട് ഒരു ശവപ്പറമ്പ് പോലെ നിശബ്ദമാകും. ആ നിശബ്ദത നിങ്ങളുടെ ഉറക്കം കെടുത്തും. വേറെ എവിടെ നിങ്ങൾ സമാധാനം തിരഞ്ഞാലും ഭാര്യ നൽകിയ ആ മാതൃത്വത്തിന്റെ കരുതൽ മറ്റൊരിടത്തും ലഭിക്കില്ല. അവൾ നിങ്ങളെ വെറുമൊരു ഭർത്താവായിട്ടല്ല, തന്റെ ജീവിതം തന്നെയായിട്ടാണ് കണ്ടത്. നിങ്ങളുടെ തെറ്റുകൾക്കിടയിലും നിങ്ങളുടെ നന്മയെ അവൾ കണ്ടെത്തി. അങ്ങനെയുള്ള ഒരു അത്ഭുതത്തെയാണ് നിങ്ങൾ സ്വന്തം കൈകൊണ്ടെറിഞ്ഞുടച്ചത്. സന്തുഷ്ടോ ഭാര്യാ ഭർത്രേ, ഭർത്താ ഭാര്യ തഥൈവച, യസ്മിന്നേവ കുലേ നിത്യം കല്യാണം തത്ര വൈധ്രുവം. ഏതൊരു കുടുംബത്തിലാണോ ഭാര്യ ഭർത്താവിലും ഭർത്താവ് ഭാര്യയിലും സന്തുഷ്ടരായിരിക്കുന്നത്, അവിടെ ഐശ്വര്യം എന്നും നിലനിൽക്കുമെന്നത് തീർച്ചയാണ്. അവസാനമായി ഒരു കാര്യം കൂടി ഓർക്കുക: ഒരു നല്ല പെണ്ണിനെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾ അവളെ മാത്രമല്ല ഇല്ലാതാക്കുന്നത്, മറിച്ച് നിങ്ങളുടെ തന്നെ ജീവിതത്തിലെ ഐശ്വര്യത്തെയും സമാധാനത്തെയുമാണ്. അവൾ പടിയിറങ്ങുന്നത് വെറുമൊരു വ്യക്തിയായിട്ടല്ല, നിങ്ങളുടെ വീടിന്റെ ഐശ്വര്യമായിട്ടാണ്. അവൾ പോയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തു കിട്ടിയാലും എത്ര സമ്പത്തുണ്ടാക്കിയാലും അത് പഴയതുപോലെയാവില്ല. കാരണം ഉടഞ്ഞുപോയ ഒരു കണ്ണാടി എത്രയൊക്കെ ഒട്ടിച്ചുവെച്ചാലും അതിലെ വിള്ളൽ ഒരിക്കലും മായുകയില്ല. അതുപോലെയാണ് മുറിവേറ്റ ഒരു സ്ത്രീയുടെ മനസ്സും. യഥാർത്ഥ സ്നേഹം ഒരിക്കലും ആരുടെ മുന്നിലും കെഞ്ചില്ല.
തനിക്കർഹമായ മര്യാദയും ബഹുമാനവും ലഭിക്കാത്ത ഒരിടത്ത് അത് ഒരു നിമിഷം പോലും നിൽക്കില്ല. ഒരു നല്ല പങ്കാളിയെ വേദനിപ്പിക്കുന്നത് കയ്യിലുള്ള അമൂല്യമായ വജ്രം ദൂരേക്കെറിഞ്ഞിട്ട് റോഡിലെ കല്ലുപെറുക്കി നടക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ്. ഈ ലോകത്ത് നിങ്ങൾക്ക് എല്ലാം തിരിച്ചു കിട്ടിയേക്കാം, പക്ഷേ നിരുപാധികം സ്നേഹിച്ച ആ മനസ്സ് ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടതാണ്. മഹാനായ ആചാര്യ ചാണക്യൻ ദാമ്പത്യത്തെക്കുറിച്ചു പറഞ്ഞത് എത്ര ശരിയാണ്. ഭാര്യ രൂപവതി ശത്രുഹു. ഭർത്താവിനെ സ്നേഹിക്കാത്തവളും ദുർഗുണവതിയുമായ ഭാര്യ ശത്രുവിനു തുല്യമാണ്. എന്നാൽ ഗുണവതിയായ ഭാര്യ പുരുഷന്റെ പകുതി ഭാഗവും ഉത്തമ സുഹൃത്തുമാണ്. അതുകൊണ്ട് കൂടെയുള്ള ആ സ്നേഹത്തെ ഇപ്പോഴേ മാനിക്കുക. അതില്ലാതായ ശേഷം കണ്ണീരൊഴുക്കുന്നതിനേക്കാൾ എത്രയോ വലിയ ബുദ്ധിയാണ് അത് കൂടെയുള്ളപ്പോൾ പൊന്നുപോലെ കാത്തുസൂക്ഷിക്കുന്നത്. സ്നേഹം നൽകി നോക്കൂ, തിരികെ ലഭിക്കുന്നത് സ്വർഗ്ഗതുല്യമായൊരു ജീവിതമായിരിക്കും. ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ, ഇത് മറ്റൊരാളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു ഷെയർ ഒരുപക്ഷേ തകരാൻ പോകുന്ന ഒരു ബന്ധത്തെ രക്ഷിച്ചേക്കാം. ഇതുപോലുള്ള ആഴത്തിലുള്ള അറിവുകൾക്കും ഹൃദയസ്പർശിയായ ചിന്തകൾക്കുമായി നമ്മുടെ ചാണക്യ വിഷൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടുതൽ കരുത്തുറ്റ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.